നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രിയ ഗായിക S. ജാനകിക്ക് വിട നൽകി രാജ്യം. സംസ്കാര ചടങ്ങുകൾ മൈസൂരിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. പകരക്കാരില്ലാത്ത അനശ്വര ഗാനത്തിന്റെ അതുല്യ പ്രതിഭയ്ക്ക് കണ്ണീരിൽ കുതിർന്ന പ്രണാമം. ഗുരുവായൂർ കർണംകോട്ട് റെയിൽവേ ഗേറ്റിന് സമീപം 70-കാരിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. ചേലക്കര സ്വദേശിനി സന്താനവല്ലിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പെരുമ്പാവൂർ സ്വദേശി സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അകലാട് കാറും സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. സൈക്കിൾ യാത്രികൻ അകലാട് മൂന്നൈനി സ്വദേശി കല്ലിങ്ങൽ 68 വയസ്സുള്ള രാജന് ഗുരുതരമായി പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. സംഗീതാസ്വാദകരെ 6 പതിറ്റാണ്ട് തന്റെ സ്വരം കൊണ്ട് പാട്ടിന്റെ നിർവൃതിയിലെ ആവണിത്തന്നലാക്കി മാറ്റിയ പ്രിയ ഗായിക S. ജാനകിക്ക് വിട നൽകി രാജ്യം. ഇന്നലെ രാത്രി 7:30 മൈസൂർ അപ്പോളോ BGS ആശുപത്രിയിൽ അന്ത്യശ്വാസം വലിച്ച S. ജാനകിയുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ മൈസൂരിലെ മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ചു. മൈസൂരിലെ കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. മൈസൂരുവിൽ തന്നെ സംസ്കരിക്കണമെന്നായിരുന്നു ജാനകിയുടെ അന്ത്യാഭിലാഷം. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ജാനകിയമ്മ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 20 ഭാഷകളിലായി 40,000-ലേറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 4 തവണ അവർക്ക് ലഭിച്ചു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങളും തേടിയെത്തി. 2013 രാജ്യം പത്മഭൂഷൺ പ്രഖ്യാപിച്ചെങ്കിലും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് അവർ അത് നിരസിക്കുകയായിരുന്നു. മലയാളികളുടെ പ്രിയ ഗായിക S. ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ വേളയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അത്യന്തം ലാളിത്യമുള്ള വ്യക്തിത്വത്തിനുടമയായിരുന്നു S. ജാനകിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈശ്വരന്റെ വരദാനമുള്ളതുകൊണ്ടാണ് അവർക്ക് സംഗീത ലോകത്ത് ഇത്രയും വലിയ ഉയരങ്ങളിലെത്താൻ സാധിച്ചത്. വ്യക്തിപരമായി തനിക്ക് ഏറെ ഇഷ്ടമുള്ള ഗായിക കൂടിയാണ് ജാനകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച വൈകിട്ട് 7:30 ഗുരുവായൂരിലെത്തിയ മുഖ്യമന്ത്രി ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വിശ്രമിച്ച ശേഷമാണ് ക്ഷേത്രദർശനം നടത്തിയത്. ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് നടക്കുന്നതിനിടയിൽ ആരും തന്നെ അനുഗമിക്കരുതെന്ന് പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകി. അത്താഴപൂജയ്ക്ക് ശേഷം രാത്രി 8:30 ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം സോപാനത്ത് കദളിക്കുലയും നെയ്യും സമർപ്പിച്ച് പ്രാർത്ഥന നിർവഹിച്ചു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രിയെ കാണാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. ദർശനം കഴിഞ്ഞ് കാര്യാലയ ഗണപതിയെ തൊഴുത് തെക്കേ നടയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഭക്തരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടാൻ കയർ കെട്ടിയിരുന്നു. തനിക്കുവേണ്ടി ഭക്തരെ തടയരുതെന്ന് പ്രത്യേക നിർദ്ദേശം നൽകി വരി കഴിയുന്നതുവരെ മുഖ്യമന്ത്രി കാത്തുനിന്നു. ഭക്തരുടെ സ്നേഹാഭ്യർത്ഥന മാനിച്ച് അവർക്കൊപ്പം ഫോട്ടോയ്ക്കും സെൽഫിക്കും പോസ്റ്റ് ചെയ്യാനും അദ്ദേഹം സമയം കണ്ടെത്തി. കൊച്ചുകുട്ടികളോടൊപ്പം സെൽഫി എടുത്തും ഭക്തർക്ക് കൈകൊടുത്തും സ്നേഹം പങ്കുവച്ചാണ് അദ്ദേഹം മടങ്ങിയത്. വലിയ ആവേശത്തോടെയാണ് ഭക്തർ മുഖ്യമന്ത്രിയെ വരവേറ്റത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിരവധി പേർ നിവേദനങ്ങളുമായും എത്തിയിരുന്നു. രാത്രി 9 മണിയോടെയാണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അദ്ദേഹം ഗുരുവായൂരിൽ നിന്നും മടങ്ങിയത്. ഗുരുവായൂർ കർണംകോട്ട് റെയിൽവേ ഗേറ്റിന് സമീപം 70-കാരിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. ചേലക്കര സ്വദേശിനി സന്താനവല്ലിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പെരുമ്പാവൂർ സ്വദേശി സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റെയിൽവേ ഗേറ്റിന് സമീപത്തെ വാടക വീട്ടിലെ കിണറ്റിൽ കഴിഞ്ഞ ദിവസം രാത്രി 11:00-ഓടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരാഴ്ചയായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കഴുത്തിൽ കല്ലുകെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹമുണ്ടായിരുന്നത്. സുരേഷ് കുമാറും സുഹൃത്തും ചേർന്ന് മദ്യപിക്കുന്നതിനിടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് സുഹൃത്ത് പോലീസിൽ വിവരമറിയിച്ചു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബലാത്സംഗ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിശദമായ അന്വേഷണത്തിനു ശേഷമേ മരണകാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. അകലാട് കാറും സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. സൈക്കിൾ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. അകലാട് മൂന്നൈനി സ്വദേശി കല്ലിങ്ങൽ 68 വയസ്സുള്ള രാജനാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ
അകലാട് അൽസാക്കി ഓഡിറ്റോറിയത്തിന് മുമ്പിൽ വെച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ രാജനെ അകലാട് മൂന്നൈനി വി കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ICU ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. പൊന്നയൂർ പഞ്ചായത്ത് തീരദേശ വാർഡുകളിൽ തെരുവുനായ ശല്യം രൂക്ഷം. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയന്ന് നാട്ടുകാർ. പഞ്ചായത്ത് 20, 21, 22 വാർഡുകളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുള്ളത്. ശനിയാഴ്ച വാർഡുകളിലെ 3 സ്ഥലങ്ങളിലാണ് വീടിന് പുറത്തിറങ്ങിയ കുട്ടികളെ നായ്ക്കൾ ആക്രമിക്കാനെത്തിയത്. കുട്ടികൾ സമീപത്തെ വീടുകളിലേക്ക് ഓടിക്കയറിയതുകൊണ്ടു മാത്രമാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. കുന്നമ്പത്ത് സലാം, സമീർ എന്നിവരുടെ കുട്ടികളെയാണ് തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ വന്നത്. തെരുവുനായ ശല്യം മൂലം കുട്ടികളെ മദ്രസയിലേക്കും സ്കൂളിലേക്കും മറ്റും ഒറ്റയ്ക്ക് പറഞ്ഞുവിടാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. കൂടാതെ വീടിന്റെ പുറത്തുവെക്കുന്ന ചെരുപ്പുകളും ഇരുചക്രവാഹനങ്ങളുടെ സീറ്റുകളും പുറത്ത് ഉണക്കാനിടുന്ന വസ്ത്രങ്ങളും കടിച്ചു നശിപ്പിക്കുന്നതും പതിവാണ്. ഇതിനെതിരെ വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച ചേരുന്ന ബോർഡ് മീറ്റിംഗിൽ പ്രശ്നപരിഹാരത്തിനായി ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിനിർഭരം. ശനി ഞായർ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ജൂലൈ 11 ശനിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം വീടുകളിലേക്കുള്ള അമ്പ്, വള, ശൂലം എന്നിവയുടെ ആശീർവാദ കർമ്മം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു. തുടർന്ന് രാവിലെ 8 മുതൽ വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 5:30 മോൺസിഞ്ഞോർ ജോർജ് മനാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ ശുശ്രൂഷ എന്നിവ നടന്നു. തുടർന്ന് വർണ്ണമഴയും 1000 ഗദന വെടിയും ഉണ്ടായിരുന്നു. രാത്രി 10 മണിക്ക് അമ്പ്, വള, ശൂലം എഴുന്നള്ളിപ്പുകളുടെ സമാപനവും തുടർന്ന് ബാൻഡ് വാദ്യ സംഘവും ഉണ്ടായി. തുടർന്ന് 1000 കദന വഴിപാടും പെരുന്നാളിനെ മാറ്റേകി. ഞായറാഴ്ച ദർപ്പണ തിരുനാളിന്റെ ദിവസം രാവിലെ 6:30 ദിവ്യബലി, 10 മണിക്ക് ആഘോഷമായി തിരുനാൾ കുർബാന എന്നിവ നടത്തി. ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ റോയ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകി. തീർത്ഥ കേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ നേരുവാനും നേർച്ചകൂട്ട് പാഴ്സലായി കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തളിയക്കുളത്തിൽ ആഘോഷമായ സമൂഹ മാമോദിസ ഉണ്ടായിരിക്കും. മെൽബൺ രൂപത മുൻ അധ്യക്ഷൻ എമിരറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4:30 ദിവ്യബലി, തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് വർണ്ണമഴ, മെഗാ ഫ്യൂഷൻ എന്നിവ ഉണ്ടായിരിക്കും. ജൂലൈ 13 രാവിലെ 6:30 മരിച്ചവർക്കു വേണ്ടിയുള്ള ദിവ്യബലി, ഒപ്പീസ് എന്നിവയും നടക്കും. അന്നേ ദിവസം വൈകിട്ട് 7 മണി മുതൽ ആൻഡോ സൗണ്ട് പാലയൂർ സ്പോൺസർ ചെയ്ത തൃശൂർ വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന പകലിൽ മറഞ്ഞിരിക്കുന്നൊരാൾ എന്ന നാടകം ഉണ്ടായിരിക്കും. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, കൈക്കാരന്മാരായ ഫ്രാൻസി ചൊവ്വലൂർ, സേവ്യർ വാഗയിൽ, ഫ്രാൻസിസ് സിഒ, ഹൈസൺ PA, ജനറൽ കൺവീനർ ഷാജു താണിക്കൽ, സാജൻ EM, MJ ആന്റണി, ലിൻഡോ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മമ്മിയൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. അസോസിയേഷൻ പ്രസിഡന്റും വാർഡ് കൗൺസിലറുമായ P. രമേശ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂർ മുഖ്യാതിഥിയായിരുന്നു. LF കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ J. ബിൻസി, MRA വൈസ് പ്രസിഡന്റ് P. ശ്യാംകുമാർ, സെക്രട്ടറി PS. വിശ്വനാഥൻ, ട്രഷറർ R. വേണുഗോപാൽ, ജോർജ് പോൾ നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കുന്നംകുളം ഏരിയ സമ്മേളനം TK കൃഷ്ണൻ മന്ദിരത്തിലെ ബാബു M. പാലിശ്ശേരി നഗറിൽ നടന്നു. കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകൾ മുൻനിർത്തി കേരളത്തിൽ ഓട്ടോ ടാക്സി ചാർജ് നിരക്കുകൾ എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.
PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MN മുരളീധരൻ സ്വാഗതം ആശംസിച്ചു. M ബാലാജി, PM സോമൻ, രാജീവ് മണികണ്ഠൻ, അഡ്വക്കേറ്റ് KG സന്തോഷ്, CK രവി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ യൂണിയന്റെ പുതിയ ഭാരവാഹികളായി MN മുരളീധരൻ സെക്രട്ടറി, PG ജയപ്രകാശ് പ്രസിഡന്റ്, സുനീഷ് ഐനിപ്പള്ളി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. കേച്ചേരിയിലും വേലൂരിലും പ്രവർത്തിക്കുന്ന പ്രതിഭാ കോളേജിന്റെ നേതൃത്വത്തിൽ SSLC, +2, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്നേഹാദരം 2026 എന്ന തലക്കെട്ടിൽ കേച്ചേരിയിൽ നടന്ന വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. IIT കാൺപൂർ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഫെല്ലോ ഡോക്ടർ PR രാഗേഷ് വിശിഷ്ടാതിഥിയായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, പഞ്ചായത്ത് അംഗം ഷെയ്സ്ന ജിംഷാദ്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, പാലിയേറ്റീവ് കെയർ ജില്ലാ സെക്രട്ടറി ജിസൺ മാസ്റ്റർ, PTA പ്രതിനിധി അഖില പ്രസാദ് എന്നിവർ സംസാരിച്ചു. പ്രതിഭാ കോളേജ് പ്രിൻസിപ്പൽ TA ഡെന്നി മാസ്റ്റർ സ്വാഗതവും സഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. അഖിലേന്ത്യാ കിസാൻ സഭ പെരുമ്പടപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക സംഗമവും കർഷകരെ ആദരിക്കുന്ന ചടങ്ങും നടത്തി. അയിരൂരിൽ നടന്ന പരിപാടി കിസാൻ സഭ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നിയാസ് പൊളിക്കലകത്ത് ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി മണ്ഡലം സെക്രട്ടറി VV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മണ്ഡലം പ്രസിഡന്റുമായ AK സുബൈർ, OM ജയപ്രകാശ്, VC നജീബ്, പഞ്ചായത്ത് മെമ്പർമാരായ നാസർ മാഷ്, റിസ്ന, ലീന തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ കർഷകരെ ആദരിച്ചു. കൃഷിയുടെ പരിചരണത്തെക്കുറിച്ചും പുതിയ കൃഷിയെക്കുറിച്ചും പെരുമ്പടപ്പ് ADA MV വിനയൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ MLA മാരായ NK അക്ബറിനും ഗീതാ ഗോപിക്കും സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രസിഡന്റ് PV മുഹമ്മദ് യാസീൻ അധ്യക്ഷത വഹിച്ചു. ചേംബറിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ MLA മാർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, KPA റഷീദ് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ നോർത്ത് യൂണിറ്റ് കൺവെൻഷനും നവാഗത സ്വീകരണവും നടത്തി. തമ്പുരാൻപടി കാരയൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം KSSPU ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫും നവാഗത സ്വീകരണം ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണനും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് KA വാസു അധ്യക്ഷനായി. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പെൻഷനേഴ്സ് കുടുംബത്തിലെ കുട്ടികളെ അനുമോദിച്ചു. നവാഗതരെ യൂണിറ്റ് സെക്രട്ടറി AG നിമൽകുമാർ പരിചയപ്പെടുത്തി. T ഉണ്ണികൃഷ്ണൻ, V അഷ്റഫ്, T ഗീത, KB മിനി, ത്രേസ്യാമ്മ, ചെറുപുഷ്പം ജോസഫ്, K രമണി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി VC സണ്ണി സ്വാഗതവും യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം അജിത നന്ദിയും പറഞ്ഞു. കൃഷിവകുപ്പ് കർഷകർക്ക് നൽകുന്ന പുരസ്കാരങ്ങളിൽ പ്രവാസി കർഷകരെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇത്തവണയും പരിഗണിച്ചില്ലെന്ന് ആക്ഷേപം. കർഷകോത്തമ പുരസ്കാര ജേതാവ് കടവലൂർ മാനം കണ്ടത്ത് മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കർഷകർ പ്രവാസി കർഷകരെ പുരസ്കാരത്തിന് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. വിദേശത്ത് ജോലിയും ബിസിനസ്സും ചെയ്യുന്ന ഒട്ടേറെ കർഷകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അവധിക്ക് നാട്ടിലെത്തുമ്പോഴും വിദേശത്തുനിന്ന് യഥാസമയം നിർദ്ദേശങ്ങൾ നൽകിയുമാണ് ഇവർ കൃഷി പരിപാലിക്കുന്നത്. കൃഷിയോടുള്ള ഇഷ്ടമാണ് സാമ്പത്തിക നേട്ടത്തിനപ്പുറം ഇവരെ കാർഷിക വൃത്തിയിലേക്ക് നയിക്കുന്നത്. അതിനാൽ തന്നെ അർഹിക്കുന്ന പരിഗണന നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം. മൂന്നാമത് തൃശൂർ ജില്ലാ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൃശൂർ ഗ്രാപ്ലിംഗ് അസോസിയേഷനാണ് മത്സരം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി. ഗ്രാപ്ലിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി K വിഷ്ണു മുഖ്യാതിഥിയായി. സ്കൂൾ SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് ഹനീഫ, സെക്രട്ടറി KR വിഷ്ണു, അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ OK അജി, ഫഹദ് ഹുസൈൻ, മുൻ അത്ലറ്റ് KP അനാമിക, MR ഫിറ്റ്നസ് സെന്റർ ഡയറക്ടർ മുഹമ്മദ് റാഫി, അസോസിയേഷൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അജീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 5 വിഭാഗങ്ങളിലായി 150 മത്സരാർത്ഥികൾ പങ്കെടുത്തു.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വൈജ്ഞാനിക സംഗമവും കിഡ്സ് ടൈം ഒറിഗാമി വർക്ക്ഷോപ്പും നടത്തി. പുന്നേർകുളം ആൽത്തറ സലഫി മസ്ജിദ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ തന്മിയ വൈജ്ഞാനിക സംഗമത്തിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. MDC കൊച്ചി ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ ക്ലാസ് എടുത്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹത്തി ബാച്ചലർ ഓഫ് ഡിസൈൻ ആയിഷ നജ്വ സന്നിഹിതയായിരുന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം പ്രവർത്തകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ലോക ജനസംഖ്യാ ദിന സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. ജനസാന്ദ്രത കൂടുതലുള്ള ഇന്ത്യയിൽ ജനസംഖ്യാ വിസ്ഫോടനം വരും തലമുറയ്ക്ക് അനുഗ്രഹമായി തീരണമെന്നും പ്രകൃതി സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ കഠിന പരിശ്രമം നടത്തണമെന്നും പ്രധാനാധ്യാപിക PK റംല സന്ദേശത്തിൽ പറഞ്ഞു. PTA പ്രസിഡന്റ് സുഹാസ്, SMC ചെയർമാൻ VS ഹാഷിം, അധ്യാപകരായ PR ഷീജ, AS സന്ധ്യ, MK സലീം എന്നിവർ പങ്കെടുത്തു. മനം കവരുന്ന ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻസുമായി സ്വപ്നമുഹൂർത്തത്തിന് ചാരുതയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചാവക്കാട് ഷോറൂം ബ്രൈഡൽ ജ്വല്ലറി ഷോ സംഘടിപ്പിച്ചു. ജൂലൈ 11 മുതൽ 15 വരെയാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോ നടത്തുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹാഷർ ആൻഡ് ഫാമിലിയും 25ഓളം വിവാഹിതരാകാൻ പോകുന്ന ദമ്പതികളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ പ്രൊഡക്റ്റായ നൊവ ഡയമണ്ട് ലോഞ്ചിങ്ങും ചടങ്ങിൽ നിർവഹിച്ചു. മലബാർ ഹൗസിംഗ് ചാരിറ്റിയുടെ ഭാഗമായി 2 പേർക്ക് വീടിനായുള്ള ചെക്ക് കൈമാറി. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഷോറൂം ഹെഡ് അനൂപ്, ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് അബ്ദുൾ റസാഖ്, ഡയറക്ടർ KK അഷ്റഫ്, ഷോറൂം മാനേജർ ശ്യാംജിത്ത്, മാർക്കറ്റിംഗ് മാനേജർ തൗഫീഖ് എന്നിവർ പങ്കെടുത്തു. തമിഴ്നാടൻ കേരള ഡിസൈനുകൾ മുതൽ പൊലിമയേകുന്ന കുണ്ടൻ, പോൾക്കി, ജെംസ്റ്റോൺ, ഡയമണ്ട്, ആൻറ്റിക് തുടങ്ങി പ്രത്യേക തരത്തിലുള്ള ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. ന്യായമായ പണിക്കൂലിയിൽ മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കാമെന്നതാണ് പ്രത്യേകത. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രിയ ഗായിക S ജാനകിക്ക് വിട നൽകി രാജ്യം. സംസ്കാര ചടങ്ങുകൾ മൈസൂരിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. പകരക്കാരില്ലാത്ത അനശ്വരഗാനത്തിന്റെ അതുല്യ പ്രതിഭയ്ക്ക് കണ്ണീരിൽ കുതിർന്ന പ്രണാമം. ഗുരുവായൂർ കർണംകോട്ട റെയിൽവേ ഗേറ്റിന് സമീപം 70-കാരിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. ചേലക്കര സ്വദേശിനി സന്താനവല്ലിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പെരുമ്പാവൂർ സ്വദേശി സുരേഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അകലാട് കാറും സൈക്കിളും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. സൈക്കിൾ യാത്രികൻ അകലാട് മൂന്നൈനി സ്വദേശി കല്ലിങ്ങൽ 68 വയസ്സുള്ള രാജന് ഗുരുതരമായി പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.